ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് 11. സോ CSK വേഴ്സസ് RCB മാച്ച് ചെപ്പോക്കിൽ നടന്ന മാച്ച് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പ് RCB-ക്കാർക്ക്. 2008 ശേഷം ആദ്യ വിജയം 2015, സോ 2025. അതെ അതെ സോ റോഷൻ, എന്താണ് ഗെയിമിനെ കുറിച്ച് യെസ്. പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഇന്നത്തെ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് രജത് പട്ടിദാർ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മാച്ചിന് മുമ്പ് ഈ ടൂർണമെന്റ് മുമ്പ് നമ്മൾ കുറച്ചൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ബട്ട് ഇന്നത്തെ മാച്ചിൽ എങ്ങനെയാണോ ഒരു ടാക്ടിക്സ് കൊണ്ട് വരേണ്ടത്, അത് എങ്ങനെയാണോ ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അതെ എന്ന് കൃത്യമായിട്ട് നടപ്പിലാക്കി. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ന്യൂസിലാൻഡ് പോലുള്ള ടീമുകൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള ടീമുകൾ അവരുടെ പ്ലാൻ എങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് നമ്മൾ കാണാറുള്ളതാണ്. അതെ അതേ ഒരു അപ്രോച്ചാണ് എനിക്ക് പേഴ്സണലി ഇന്ന് ഫീൽ ചെയ്തത്. സോ നമ്മൾ പ്ലെയർ ഓഫ് ദ മാച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവൻ കൊണ്ടുപോയി. അതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും ഒരു പടി ഇന്നത്തെ ഒരു ക്യാപ്റ്റൻസി മികച്ചു നിന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതെ. സോ ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയിലെ കുറെ പിഴവുകളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ അതെ, പട്ടിദാറിന്റെ ഒരു ക്യാപ്റ്റൻസി എക്സലൻസും ആണ് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ടത്. സോ ബാറ്റിംഗ് ശരി. തെരഞ്ഞെടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 170+ ആയപ്പോ തന്നെ ഒരു കുഷൻ കിട്ടി RCB-ക്ക്. കാരണം കിട്ടി കിട്ടി 190 RCB സ്കോർ ചെയ്തെങ്കിലും അത്ര എളുപ്പമായിരുന്നില്ല ഒരു പിച്ച്. ഇല്ല, നമുക്ക് 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 ഇന്നിങ്സ് നമുക്ക് സ്കോർ കാർഡ് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ക്ലിയർ പിക്ചർ കിട്ടത്തില്ല. ബട്ട് നമുക്ക് ലൈവായി കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും. കൺവിൻസിംഗ് ആയിട്ടുള്ള ഷോട്ട്സ് എന്ന് പറയാനായിട്ട് വളരെ കുറവായിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഓർമ്മയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നൂർ അഹമ്മദിനെ ജിതേഷ് അടിച്ച ഒരു എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഒരു 6. ഓക്കെ, അത് നല്ലൊരു ഷോട്ട് ആയിരുന്നു. അതുകൂടാതെ രജത് പട്ടിദാർ ഹിറ്റ് ചെയ്ത ഒരു 6. അതല്ലാതെയുള്ള ബാക്കിയുള്ള ബൗണ്ടറീസ് ഒക്കെ തന്നെ ഒരു പെർഫെക്റ്റ് ഷോട്ട്സ് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. അതെ പിച്ച് നന്നായിട്ട് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. സാംകറിനൊക്കെ യൂസ് ചെയ്ത സ്ലോ ബോളുകൾ നമ്മൾ കണ്ടായിരുന്നു. 83, 86 ഒക്കെ ആയിരുന്നു സ്ലോ 80 ബോൾ. കിലോമീറ്റർ പെർ അവറിലാണ് അറിയുന്നത്. സോ അവരതൊക്കെ ആ പിച്ച് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 170+ എപ്പോഴും ഒരു കുഷൻ തന്നെയാണ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. സോ ഒരു എക്സ്ട്രാ 20 റൺസ് ശരിക്കും RCB സ്കോർ ചെയ്തതാണ് ഫസ്റ്റ് ബാറ്റിലേക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് ഒരു എക്സ്പ്ലോസീവ് സൈഡ് ഓഫ് എന്താ പറയുക, സാൾട്ടിന്റെ ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്തു. ഇനീഷ്യലി അതെ, വിരാട് കോഹ്ലി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനീഷ്യലി നല്ല വളരെ. ത്രൂ ഔട്ട് ദ ഇന്നിങ്സ് അതെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി വേർസ്റ്റ് ഇന്നിങ്സ് കോഹ്ലിയുടെ സൈഡിൽ നിന്ന് വന്നൊരു അതെ ഗെയിം ആയിരുന്നു. സോ ഒരു അതെ 1 ബോൾ 30. പക്ഷെ അത് മേക്കപ്പ് ചെയ്യാൻ ഓപ്പോസിറ്റ് നിന്ന പ്ലേയേഴ്സിന് എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതാണ് RCB-യെ കൊണ്ട് മെയിൻ ഹൈലൈറ്റ്. അതന്നെയാണ് ഇന്നത്തെ കളിയിലെ RCB-യുടെ മെയിൻ എന്താ പറയാ അവരുടെ ഒരു അഡ്വാൻറ്റേജിനും കാണുന്നത്. കാരണം ആ, വിരാട് കോഹ്ലി ഫെയിൽ ആവുന്ന സമയത്ത് ബാക്കിയുള്ള പ്ലേയേഴ്സ് ആ ഒരു സാഹചര്യത്തിന് ഒത്ത് ഉയരുന്നു എന്നുള്ളൊരു കാര്യം കുറെ കാലമായിട്ട് നമ്മൾ അതെ കാണാത്തൊരു വിഷയമാണ്. അപ്പോ ഈവൻ പടിക്കൽ അടക്കം വന്ന് നന്നായിട്ട് 2 സ്ട്രോക്ക് പ്ലേ ചെയ്തു, ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തു. എല്ലാ ബാറ്റേഴ്സും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബാറ്റേഴ്സും അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടാണ് മടങ്ങുന്നത്. കാരണം ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു RCB-ക്ക് ഒരു തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ടാക്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160, 170 എന്ന് പറയുന്ന ഒരു കുഷൻ സ്കോർ ആണെന്നുണ്ടെങ്കിൽ പോലും ചെന്നൈയിലെ പിച്ചില് ചെന്നൈന്റെ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത് ആ ഒരു 160, 170 സ്ലോലി അവര് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന സിനാരിയാണ് നമ്മൾ പല തവണ കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഒരു എക്സ്ട്രാ 20 റൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ചെന്നൈന്റെ ഒരു ബാറ്റിംഗ് അപ്രോച്ച് ചേഞ്ച് ആയിട്ട് അവർ പവർ പ്ലേയില് ഒരു ബിഗ് ഹിറ്റിംഗിലേക്ക് അവരുടെ ഒരു നാച്ചുറൽ പ്ലേനേക്കാളും ബിഗ് ഹിറ്റിംഗിലേക്ക് കടക്കുള്ളൂ. അതിന്റെ ഒരു റിസൾട്ട് ആണ് നമുക്ക് ശരിക്കും പറയാ ഹെസൽവുഡിന്റെ ഫസ്റ്റ് ഓവറിൽ തന്നെ നമുക്ക് കിട്ടിയത്. കാരണം 190 പോലുള്ള 190+ പോലുള്ള ഒരു സ്കോർ ചേസ് ചെയ്യുമ്പോൾ ചെപ്പോക്കില് മിഡിൽ ഓവേഴ്സിൽ കുറച്ചും കൂടി നന്നായിട്ട് സ്ക്വീസ് ചെയ്യുന്ന ഉറപ്പാണ്. സോ അതുകൊണ്ട് പവർ പ്ലേയിൽ അടിച്ച് തകർക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മള് ത്രിപാഠിയുടെ ആണെന്നുണ്ടെങ്കിലും ഗെയ്ക്വാദിന്റെ ആണെങ്കിലും 2 വിക്കറ്റും വന്നത് ഒരു ഫസ്റ്റ് ഓവറിൽ ഭുവനേശ്വർ കുമാർ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിൽ നിന്ന് ഹെസൽവുഡ് അത് കൊയ്തു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശരിക്കും എന്താ പറഞ്ഞ, എനിക്ക് പറയാണെന്നുണ്ടെങ്കിൽ ദിനേശ് കാർത്തിക്കിന് വലിയൊരു താങ്ക്സ് പറയാനുണ്ട് RCB ഫാൻസിന്റെ ഒരു സൈഡിൽ നിന്ന്. കാരണം എല്ലാ പ്രാവശ്യവും RCB-യുടെ മെയിൻ പ്രശ്നം എന്ന് വരിക അവരുടെ പിച്ചും അവരുടെ കണ്ടീഷനും ടീം ഇംബാലൻസും ഒന്നും ശരിയാക്കാൻ പറ്റാത്ത ഒരു ഒരു ടീമിനെ ആയിരിക്കും എപ്പോഴും ഒരു ഓപ്ഷനിൽ പിക്ക് ചെയ്തിട്ട് വരിക. ഒരുപാട് വലിയ തുക കൊടുത്ത് ഒരുപാട് പ്ലേയേഴ്സിനെ കൊണ്ടുവരും, അവരെല്ലാം നിറമങ്ങി പോകും. പക്ഷെ ഇത്തവണ കറക്റ്റ് കാൽക്കുലേറ്റഡിൽ ഏതൊക്കെ പ്ലേയേഴ്സ് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കറക്റ്റ് ഒരു 11 തന്നെ ഓപ്ഷൻ ടേബിളിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതെ അതില് ദിനേശ് കാർത്തികിന്റെ പങ്ക് വളരെ വലുതാണ്. സോ അത് വളരെ എന്താ പറയാ വളരെ അപ്രീഷിയേറ്റബിൾ ആണ് ദിനേശ് കാർത്തികിന്.
സോ RCB ഇന്നും ഇങ്ങനെ ഒരു ടീമായിട്ട് കാണുന്നതിൽ ഞാൻ ഫസ്റ്റ് ഗെയിം കണ്ടത് ഞാൻ പറഞ്ഞിരുന്നു, ഈ ടീം നമ്മൾ കണ്ട പഴയ RCB ടീം പോലെ അല്ല. ഇത് ഒരു ഇന്റന്റ് കാണുന്നുണ്ട്. പ്ലേയേഴ്സ് അവരുടെ പെർഫോമൻസ് എല്ലാം മാറ്റി വെക്കാം, പക്ഷെ ഈ ടീം ജയിക്കാൻ കഴിയും എന്നുള്ളൊരു ഇന്റന്റ് കാണിക്കുന്ന ഒരു ടീം, ഒരു ഒരു ചാമ്പ്യൻസ് ടീം നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ഇന്റന്റ് ഈ ടീമിനുണ്ട്. കാരണം ഇപ്പൊ പവർ പ്ലേയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹേസൽവുഡ് ആൻഡ് ഭുവനേശ്വർ കുമാർ ഇപ്പോൾ വേൾഡ്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പവർ പ്ലേ ബൗളേഴ്സ് ആണ്. നമ്മൾ ഭുവനേശ്വർ കുമാർ മേ ബി വയസ്സായി കുറച്ച് 36 വയസ്സായി എന്നൊക്കെ പറഞ്ഞാൽ സിംഗണ്ടാന്ന് പറയില്ലേ, അതുപോലെ ഭുവനേശ്വർ കുമാർ ഇന്നത്തെ ഒരു പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 3 ഓവർ 20 റൺ ഒരു വിക്കറ്റ്. സാളുണ്ടാക്കി ഇമ്പാക്ട് ചെറുതല്ല. കാരണം 3ാമത്തെ ഓവർ കൊടുക്കണം വേണ്ടെന്നൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഭുവനേശ്വർ കുമാർ ബോൾ ചെയ്യാൻ വരുന്നതും ആ വിക്കറ്റ് കിട്ടുന്നതും. അവിടെ തന്നെ കൊടുത്തു രജത് പട്ടിദാർ. സോ ഹേസൽവുഡ് ഫസ്റ്റ് കളിയും ഈ കളിയും അക്യൂറസി എന്ന് പറഞ്ഞാൽ 100% അക്യൂറസി. ഹൈറ്റ് ബൗൺസ് അതെ, രണ്ടും മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് പുള്ളി. ആളെന്താണോ പ്ലാൻ ചെയ്തിട്ട് വന്ന ആ ബോൾ അങ്ങ് ഇടുകയാണ്. അതിന്റെ അപ്പുറത്തൊക്കെ ഇപ്പുറത്തേക്ക് വേറൊരു പരിപാടിയില്ല. യാഷ് ദയാൽ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. യാഷ് ദയാൽ ഈസ് എ വേ മച്ച് ബെറ്റർ ബൗളർ നൗ. സോ യാഷ് ദയാലിന് ഒരൊറ്റ ഓവർ പവർ പ്ലേയിൽ കൊടുത്തിട്ട് ബാക്കി 3 ഓവർ ഡെത്തിൽ യൂസ് ചെയ്യുന്നു. സോ ഡെത്തിലേക്ക് ഒരു ബൗളറായി. കറക്റ്റ് ആയിട്ട് ലിവിങ്സ്റ്റനെയും അതുപോലെ കുർണൽ പാണ്ഡ്യയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നോ കമ്പാരിസൺ. അവരുടെ ചെന്നൈയുടെ സ്പിന്നേഴ്സും RCBയുടെ സ്പിന്നേഴ്സും കമ്പാരിസണും ഇല്ല. കാരണം അപ്പുറത്ത് വേൾഡ് ക്ലാസ് ആയ 3 സ്പിന്നേഴ്സ്, ഇവിടെ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറോ ബോളിംഗ് ഓൾറൗണ്ടറോ ഒന്നും അറിയാത്തൊരു കുർണൽ പാണ്ഡ്യ, പിന്നെ ആള് സ്പിന്നറാണോ ഫാസ്റ്റ് ബൗളറാണോ തന്നെ അറിയില്ല, അങ്ങനത്തെ ഒരു കുർണൽ പാണ്ഡ്യ ഉണ്ട്. പിന്നെ ഒരു പാർട്ട് ടൈം ബൗളർ ആയിട്ടുള്ള ലിവിങ്സ്റ്റൺ. ദെൻ കമ്പാരിറ്റീവ്ലി വളരെ ആയിട്ടുള്ള ഇൻഎക്സ്പീരിയൻസ് ആയിട്ട് സുയേഷ് ശർമ്മ. സോ ബാക്കി അശ്വിൻ, ജഡേജ, നൂർ അഹമ്മദ് ആയിട്ട് യാതൊരു കമ്പാരിസൺ ആയിട്ടുള്ള ഒരു സ്പിന്നേഴ്സ് അല്ല ഇപ്പോൾ സൈഡിലുള്ള. പക്ഷെ ആ റിസോഴ്സ് യൂട്ടിലൈസേഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു. കാരണം ഇന്ന് ചെന്നൈയുടെ സ്പിന്നേഴ്സും RCBയുടെ സ്പിന്നേഴ്സിന്റെയും സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയുടെ സ്പിന്നേഴ്സ് കൊടുത്തത് 9 ഓവറിൽ 90+ റൺസാണ്. അതെ, നമുക്കത് യൂഷ്വലി നമ്മൾ കാണാത്ത ഒരു ഇതായിരുന്നു. ഇന്ന് കംപ്ലീറ്റ്ലി നേരെ മറിഞ്ഞ് RCB അവര് കൊടുത്തത് വെറും 70 അറൌണ്ട് റൺസ് ആണ്. ആ 70 അറൌണ്ട് തന്നെ കുർണൽ പാണ്ഡ്യയുടെ ലാസ്റ്റ് ഓവറിൽ വന്നൊരു 2 6 and 1 4. അത് ഒഴിച്ചു നിർത്തിയ വളരെ എക്കണോമിക്കലായിട്ട് വളരെ സൂപ്പറായിട്ടാണ് ബോൾ ചെയ്തത്. അതെ, നമുക്കിന്ന് രജത് പട്ടിദാറിന്റെ ഒരു കാര്യം പിന്നെയും എടുത്തു പറയേണ്ടപ്പം 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ക്രീസിൽ നിൽക്കുന്ന സമയത്ത് കൃണാൽ പാണ്ഡ്യനെ ബോൾ ചെയ്യാനായി വിളിക്കാതെ ലിവിങ്സ്റ്റണിനെ വെച്ച് ആ ഒരു മൂവ് നടത്തിയ ഒരു ടാക്ടിക് എന്ന് പറയുന്നത്. ലിവിങ്സ്റ്റണിനേക്കാളും എന്തുകൊണ്ടും സ്പിന്നർ ഓപ്ഷനിൽ നമുക്കൊരു ബോളിംഗ് ഓൾറൗണ്ടർ എന്ന് പറഞ്ഞ് മികച്ചു നിൽക്കുന്നത് കൃണാൽ പാണ്ഡ്യയാണ്. ബട്ട് കൃണാൽ പാണ്ഡ്യനെ എനിക്ക് ഒന്ന് വിളിച്ചത് ഓൾമോസ്റ്റ് ഒരു 15 ഓവറിലെങ്ങാണ്ടാണ് വിളിച്ചത്. അതുവരെ എനിക്ക് ചെന്നൈന്റെ മിഡിൽ ഓർഡർ ഫുൾ ലെഫ്റ്റ് ഹാൻഡർ. സാം കറൻ, രച്ചിൻ, അതുപോലെ ശിവൻ ദൂബ എല്ലാവരും വരുന്ന സമയത്ത് ലിവിങ്സ്റ്റണിനെ വെച്ച് മാക്സിമം അവര് യൂസ് ചെയ്തു. പിന്നെ 1 ഹിറ്റ് സുയാഷ് ശർമ്മേനെ ഒരു 6 അടിച്ച ഉടനെ തന്നെ കറക്റ്റ് ആയിട്ട് യാഷ് ദയാലിനെ കൊണ്ടുവരുന്നു. ഒരു എൻഡിൽ നിന്ന് പേസറിനെ കൊണ്ടുവന്ന് ആ ഒരു റൺ ഫ്ലോ ശിവൻ ദുബെ ഒന്ന് ക്ലിക്കായി തുടങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം ഡിസ്ട്രക്റ്റീവ് ആണെന്നുള്ളത്. പക്ഷെ അതിനെ തീരെ അനുവദിക്കാതെ കൃത്യമായിട്ടുള്ള ബോളിംഗ് ചേഞ്ചുകളായിരുന്നു നമ്മളിന്ന് കണ്ടിരുന്നത്. അതെ. സോ നമ്മൾ ചെന്നൈയുടെ എപ്പോഴും നമ്മളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് നിർത്തിയോടെ തന്നെ ഒന്നുകൂടി തുടങ്ങാം, ഈ റിസോഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കാരണം ചെന്നൈ നമ്മളെപ്പോഴും പറയലുണ്ട്, നമ്മൾ റിലേറ്റീവ്ലി ഫോം ഔട്ട് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് അവരുടെ നിന്ന് മാക്സിമം റിസോഴ്സ് അലോക്കേഷൻ എടുത്ത് അവരിൽ നിന്ന് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. പക്ഷെ ഈ ഒരു സീസൺ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു 2 കളി അതുപോലെ തന്നെ കഴിഞ്ഞ സീസൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിസോഴ്സിനെ യൂസ് ചെയ്യുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കളിയിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അശ്വിൻ ആകെ 2 ഓവറാണ് ചെയ്തത്. അതിൽ 1 ഓവർ പവർ പ്ലേയിലായിരുന്നു. 1 ഓവർ പവർ പ്ലേയിൽ 2ാമത്തെ ഓവർ ചെയ്യാൻ വരുന്ന സമയത്ത് ഫസ്റ്റ് ബോൾ തന്നെ എന്ത് ചെയ്തു, ഒരു ഷോർട്ട് ബോൾ ആയിപ്പോയി. ആ ബോള് ഒരു ക്യാരം ബോൾ ഷോർട്ട് ബോൾ ആയിപ്പോയി, ലെഫ്റ്റ് സൈഡ് പോയി, നോ ചാൻസ്. അത് ഫിൽസാർട്ട് എടുത്ത് ബൗണ്ടറിയിൽ ഇട്ടു. ആ ഓവറിൽ 16 റൺ എടുത്തതിന് ശേഷം പിന്നെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ആയിട്ടാണ് ഒരു ഓവർ അശ്വിന് വരുന്നത്. അപ്പോൾ അശ്വിന് വിക്കറ്റും എടുക്കുന്നു. ആ ഒരു ഓവറിൽ 6 റൺ കൊടുത്ത് ഒരു വിക്കറ്റും എടുക്കുന്നു. 2 ഓവറാണ് അശ്വിൻ ആകെ ചെയ്തത്. ജഡേജ 3 ഓവർ മാത്രമാണ് ചെയ്തത്. സോ ഈ റിസോഴ്സിനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഫസ്റ്റ് ടൈം ചെന്നൈ അതിലൊരു ബാക്കിലോട്ട് പോകുന്ന കാര്യം മനസ്സിലാക്കുന്നു. കാരണം ഇന്ന് ലിവിങ്സ്റ്റനൊക്കെ എടുത്ത് വിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തൂക്കി ബോളിട്ട് വിക്കറ്റ് എടുക്കുകയായിരുന്നു. അശ്വിൻ വന്നിട്ട് ഷോർട്ട് ബോൾ എറിയുന്നു, അനാവശ്യമായിട്ടുള്ള വേരിയേഷൻസ് ട്രൈ ചെയ്യുന്നു.
ആളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഓഫ് ബ്രേക്ക് അതിലോട്ടൊന്നും പോവാതെ എല്ലാ ബോളും അവർ ക്യാരം ബോള്, പിന്നെ ഷോർട്ട് ബോള്, ആം ബോൾ എല്ലാം ഇട്ട് അനാവശ്യമായിട്ടുള്ള ഒരു റണ്ണ് പോകുന്നു. അതെനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് കണ്ടതാണ്. ഗായ്ക്കോവാഡ്, ഋതുരാജിന് സ്പിന്നേഴ്സിനോട് ബോൾ കൊടുക്കാനുള്ള ഒരു മടി കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. അതെ, ബട്ട് അതിന്റെ ഒരു കാരണം ഒരുപാട് മിസ് ഹിറ്റ്സ് ഉണ്ടായിരുന്നു. സ്പിന്നേഴ്സിന്റെ ബോളിംഗിൽ ഒരുപാട് മിസ് ഹിറ്റ്സ് ഉണ്ടായിരുന്നു. അതെ, ബട്ട് കാരണം ആ മിഡിൽ ഓവറിൽ അവരെ തന്നെ വെച്ച് 2 വിക്കറ്റും കൂടി, പിന്നെ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്, കുറച്ച് ക്യാച്ച് ഡ്രോപ്സ് വന്നായിരുന്നു. അതെ, അത് പട്ടിദാറിന്റെ തന്നെയായിരുന്നു ക്യാച്ച് ഡ്രോപ്സ് വന്നത്. 3 ഓൾമോസ്റ്റ് 8 ബോളുകൾക്കിടയിൽ തന്നെ 3 ക്യാച്ച് ഡ്രോപ്പ് വന്നു. അതിൽ ഒരെണ്ണം ഓൾമോസ്റ്റ് ലൈക്ക് എ സിറ്റ്. അവിടെ എനിക്ക് തോന്നുന്നു പട്ടിദാർ ഒരു 17 or 18 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് പിന്നെ ഒരു 51. ഇങ്ങനെ ഒരു മാച്ചിലൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു റൺസ് വളരെ ക്രൂഷ്യലാണ്. ബട്ട് എന്നിരുന്നാലും മിഡിൽ ഓവേഴ്സിൽ ഒന്നും കൂടി സ്പിന്നേഴ്സിനെ വെച്ച് ഒന്നും കൂടി ഒന്ന് സ്ക്വീസ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു ഇതിലേക്ക് വരില്ലായിരുന്നു എന്ന് എനിക്കും തോന്നിയായിരുന്നു. അതെ. സോ ഫസ്റ്റ് ഇന്നിങ്സ് എടുക്കുന്ന സമയത്ത് നല്ലൊരു ഇന്നിങ്സ് എല്ലാം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും കളിച്ചു കൊണ്ടുവന്നു. പക്ഷെ രണ്ടാമത്തെ ഇന്നിങ്സിൽ നമുക്ക് അറിയായിരുന്നു ഇതൊരു വലിയൊരു ടാസ്ക് ആണ്, ഒരു ഫയർ പവർ ആവശ്യമുണ്ട്. സി എസ് കെയുടെ സൈഡിൽ നിന്ന് പവർ പ്ലേയിൽ നിന്ന് പവർ പ്ലേയിൽ തന്നെ സി എസ് കെ തോറ്റു. തോറ്റു. കാരണം 6 6 ഓവറിൽ ഓവറിൽ 33 30 എന്നുള്ള റണ്ണാണ്. നിലയിലോട്ട് വന്നതിന് പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് സി എസ് കെ ഒന്നും പറയുന്നില്ല. കാരണം ഇല്ല. ഓക്കെ, എനിക്ക് മനസ്സിലാവും ഒരു 3 ഓപ്പണർ ഒരു ടീമിലുണ്ട്. ഓക്കെ, നമുക്ക് 2 ആളെ ഓപ്പൺ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി അതെ. ഒരാൾ എന്ത് ചെയ്യണം, ഒരു നമ്പർ 3 വന്ന് സാക്രിഫൈസ് ചെയ്യണം. അത് മനസ്സിലാവും. പക്ഷെ ഒരു നമ്പർ 3 ബാറ്ററിനെ ഓപ്പണർ കളിപ്പിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പണർ വന്ന് നമ്പർ 3 കളിക്കുന്നത് ഇത് എന്ത് തരം ടാക്ടിക്സ് ആണെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല. അവരുടെ എനിക്ക് തോന്നുന്നു ഋതുരാജ് ഗെയ്ക്വാദ് ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് ഓപ്പണിംഗ് Yes. ബാറ്റർ തന്നെയാണ്. കാരണം ചെന്നൈയിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഓപ്പണിംഗ് ബാറ്ററായിട്ട്. വാട്സന്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒരു പെർഫെക്റ്റ് കോംബോ പ്ലേ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഋതുരാജിനെ വൺ ഡൗൺ ത്രിപാഠി ആണെന്നുണ്ടെങ്കിൽ വൺ ഡൗണിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറും ആണെന്നാണ് അതെ, എനിക്ക് തോന്നുന്നത്. സോ അവരുടെ ഒരു ഓപ്പണിംഗ് കോംബോ അത്ര നന്നാവുന്നില്ല. കാരണം ത്രിപാഠി ഈസ് നോട്ട് ആ ഒരു പവർ പ്ലേ കേപ്പബിൾ അല്ല. പവർ പ്ലേയില് സ്കോറിംഗ് റേറ്റ് കൂട്ടാനോ ജസ്റ്റ് വെറുതെ ടീമിനെ സമ്മർദ്ദത്തിലാക്കാൻ മാത്രമാണ് ത്രിപാഠിയുടെ ഒരു വിക്കറ്റ്. നമ്മൾ പറയില്ലേ, ഒരു ഫ്രീ വിക്കറ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അതർവൈസ് ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ മൊത്തം ടീം പൊളിച്ചെറുകി ഒരു കോൺവേനെ പോലെ ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ നോക്കേണ്ടി വരും. ബട്ട് അതൊന്നും എങ്ങനെ എത്രമാത്രം അവരിനി ഹോപ്പ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അതെ. ദീപക് ഹൂഡയുടെ ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു സീസൺ മൊത്തം നമ്മൾ കണ്ടതാണ്. ലക്നൌവില് എല്ലാ കളിയും കളിപ്പിച്ചു, കളി ഒന്നും ചെയ്യാൻ പറ്റാതെ പോയൊരു പ്ലെയറാണ്. അതേ ഫോം തുടരുന്നു. ഒരു ടൈമിൽ അതെ. നമുക്ക് ഓർമ്മയുണ്ട്, T20 അടുത്ത് വിരാട് കോഹ്ലിക്ക് പകരം വിരാട് കോഹ്ലിയെ പുറത്താക്കണം, ദീപക് ഹൂഡയെ കളിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു ടൈം ദീപക് ഹൂഡയ്ക്ക് ഉണ്ടായിരുന്നു. അതെ. ആ ടൈം എല്ലാം കഴിഞ്ഞു വന്ന് ഇപ്പൊ ദീപക് ഹൂഡയ്ക്ക് ഒന്നും കണക്ട് ആവുന്ന പോലും ഇല്ല. ഇല്ല, ഇല്ല. എനിക്ക് ഒരു തോന്നുന്നു ഒരു ഒരു കോൺഫിഡൻസ് പോലും ഇല്ലാത്ത കളിയായിരുന്നു ഇന്ന്. അതെ, ഒരു ഇന്റന്റേ ഇല്ല. മൊത്തം ചെന്നൈ ഇല്ല, ടീമിൽ ഒന്നുമില്ല. യാതൊരു ഇന്റന്റും ഇല്ലാത്തൊരു കളി. ആ, ധോണി വന്ന് നമ്പർ 9 കളിക്കുന്നു. സോ ഒരിക്കലും മനസ്സിലാവാത്ത എന്താണെന്ന് മനസ്സിലാവുന്നില്ല ആ ഒരു ടാക്ടിക്സ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോ ഫാൻസ് 43 വയസ്സായ എന്ത് ന്യായീകരണം പറഞ്ഞാലും അശ്വിനേക്കാളും ഒരു പടിയെങ്കിലും ഇപ്പോഴും ഒരു പടിയെന്നല്ല, അശ്വിനേക്കാളും ഈവൻ 50 വയസ്സിലും അശ്വിനേക്കാളും ബെറ്റർ ആണ് ധോണി. അശ്വിനേക്കാളും സ്ട്രോക്ക് പ്ലേ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. സോ അതെ, ടീമിന്റെ ആ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ധോനി വന്ന് ഈ പറഞ്ഞ പോലെ ഒരു 5 ബോളോ 6 ബോളോ നിന്ന് കഴിഞ്ഞ് ആ സ്ട്രോക്ക് പ്ലേ കളിച്ചു കഴിഞ്ഞാൽ ടീമിന് ഒരു വലിയൊരു ബൂസ്റ്റ് ആണ്. ഇത് എന്താ മനസ്സിലാവുന്നില്ല അവരെന്താ ഉദ്ദേശിക്കുന്നത്. ധോണി ഇപ്പൊ 2 സിറ്റുവേഷനിൽ ഇപ്പൊ കളിക്കാൻ വരുന്നുള്ളൂ. ഒന്ന്, മാച്ച് ഓൾറെഡി വിന്നായി എന്നുള്ള സിറ്റുവേഷൻ കൺഫേം. വരുന്ന സമയത്തും ഈ മാച്ച് നമ്മൾ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ ധോണി വന്ന് കളിക്കുന്നുള്ളൂ. സോ അതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ബിസിനസ് വൈസ് CSKക്ക് അതിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇതൊരു ടീമിന് എത്രത്തോളം ആ, അത് ഗുണകരമാവണം കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഗുണകരം എന്നല്ല, അത് ദോഷമായിട്ടേ വരുള്ളൂ. അതെ, ഒന്നും വരില്ല. കാരണം ഇന്നത്തെ മാച്ച് എന്നല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു ക്ലീഷേ പോലെ നമുക്ക് കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ 7ാമത് ഇറങ്ങുന്നു, ഓൾമോസ്റ്റ് വിൻ ആവുന്ന സിറ്റുവേഷൻ. ആ ഒരു പൊസിഷനിൽ ഇന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഉം, ഇന്നിപ്പോ 50 റണ്ണിനാണ് തോറ്റത്. ആ 50 റൺ അതെ, എന്നുള്ളത് നമുക്കറിയാം, ഈ ഒരു IPL പോലെയുള്ള ടൂർണമെന്റില് എൻഡിലേക്ക് വരും തോറും ഓരോ അതെ, റണ്ണും വിലപ്പെട്ടാ. നമ്മൾ കണ്ടിട്ടുണ്ട്, പോയിന്റിന്റെ വ്യത്യാസത്തിൽ പ്ലേ ഓഫിൽ നിന്ന് യോഗ്യത നേടാൻ പറ്റാതിരിക്കുന്ന നമ്മൾ കളികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ പറഞ്ഞിരുന്നു, അതായത് RCB അതെ, ജയിച്ചത് സിറാജിന്റെ സിക്സിലാണെന്ന്. അതെ. അപ്പൊ ആ ആ ഒരു അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റില്
ടീമിന് എന്തെങ്കിലും ഒരു 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 ചെറിയൊരു 1% എങ്കിലും ചാൻസ് കൊടുക്കുന്ന രീതിയിൽ ആ ഒരു ഇന്റന്റ് വരണം എന്നുള്ളത് അത് എത്രമാത്രം CSK ഫാൻസിന് അക്സെപ്റ്റബിൾ ആവും, ഡൈജസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോ. സി റോഷ, ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയട്ടെ. ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ്, പക്ഷെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയാം. കാരണം ആ, ധോണി വോളണ്ടിയർലി എനിക്ക് തോന്നുന്നില്ല ഞാൻ കളിക്കാൻ റെഡി ആണെന്ന് പറഞ്ഞിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. മോറോവർ ഫ്രാഞ്ചൈസിയുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രഷർ ശരിക്കും ധോണിക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ റിട്ടയർമെന്റ് ഡ്രാഗ് ചെയ്ത് പോകുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. കാരണം ഈ കളി എല്ലാം കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു. കാരണം ആ, ഈ നടക്കുന്ന ഈ IPL ഈ സീസൺ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ടിക്കറ്റ് റേറ്റ് ഉള്ള മാച്ച് ചെപ്പോക്കിൽ നടക്കുന്ന മാച്ചുകൾക്കാണ്. അതായത് Yeah. അപ്പർ ടയേഴ്സിൽ അതായത് ഫസ്റ്റ് ബേസിക് ടിക്കറ്റ് തന്നെ 1700 രൂപ എന്തോ ആണ്. വേറെ ബാക്കിയുള്ള മാച്ച് ഗ്രൗണ്ടിലെല്ലാം 600-700 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ 1700 ആണ്. അതും അപ്പർ ഏറ്റവും മേലെയുള്ള ടയേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈവൻ പവിലിയൻ ടിക്കറ്റ് ഒക്കെ അതൊക്കെ 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അത് നമുക്ക് ബാക്കി VIP 5 അതെല്ലാം വേറെ നമ്പേഴ്സ് ആണ്. പക്ഷേ ഈ 1700 ഒരു കാറ്റഗറി തുടങ്ങി അടുത്ത കാറ്റഗറി 4000 ആണ്. ഇത് ഒഫീഷ്യലായിട്ട് അവർ പുറത്തുവിട്ട കണക്കാണ്. അടുത്ത 4000 ആണ് അടുത്ത ടിക്കറ്റ്. ഈ ടിക്കറ്റ് റേറ്റിലൊന്നും വേറെ ഒരു മാച്ചസ് നടക്കുന്നില്ല. പക്ഷേ ഈ ടിക്കറ്റ് പോലും ഓൺലൈനിൽ ആൾക്ക് ബുക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. മനസ്സിലായോ? ഇത് കാശി ശ്രീനിവാസൻ അവരുടെ CEO തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി 38,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അതിൽ 15,000 മുതൽ 18,000 വരെ അവർ ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. കാരണം ഇത് സ്പോൺസേഴ്സിനും ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ബാക്കി വരുന്ന ഒരു 18,000-15,000 മാത്രമേ പബ്ലിക്കിന് എന്തുള്ളൂ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഈ കൊടുക്കുന്ന ടിക്കറ്റും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇവർക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഈ 1700-4000 ഇവർക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഈ ടിക്കറ്റുകളെല്ലാം 10,000-ന് 20,000-ന് 25,000-നെല്ലാം ബ്ലാക്കിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നിനക്ക് 10 ടിക്കറ്റ് വേണോ, 20 ടിക്കറ്റ് വേണോ, 30 ടിക്കറ്റ് വേണോ, ഈ ബ്ലാക്കിൽ അവൈലബിൾ ആണ്. സോ ഇതെല്ലാം കൊണ്ടുപോയി നിർത്തുന്നത് ആ ഒരു സ്റ്റേജിലോട്ടാണ്. ധോണിയുടെ ലാസ്റ്റ് ബിസിനസ്. ധോണി വരും, ധോണി 6 അടിക്കും. അപ്പൊ ഇതെല്ലാം കളി കാണാൻ വരുന്നവരാരാ? ഇത്രയും സ്പെൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? അവർ ഇൻസ്റ്റഗ്രാംസിൽ സ്റ്റോറി ഇടാനും അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് മാച്ച് കാണാനും അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് എൻജോയ് ചെയ്യാൻ വരുന്ന ഫാൻസ് എനിക്ക് തോന്നുന്നു അതിൽ വരുന്ന ഒരു 20%-ഓ 10% ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ഇതിന്റെ ഒരു ബ്രാൻഡായിട്ട് എടുത്ത് അല്ലെങ്കിൽ എന്താ പറയാ, അതിലൊരു പ്രിവിലേജ് തോന്നിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ വിക്കറ്റ് പോകുമ്പോൾ നടന്ന് നിലവിളിക്കുന്നത്. കളി ഡെഡായി കിടക്കുന്ന കളി ലക്ഷ്മി ഔട്ടായിട്ട് സമയത്ത് ഒരു നിലവിളിക്കണോ? എനിക്ക് ടീമിന്റെ ഒരു ആ കളിയിൽ ആ ടീമിന്റെ ധോണി ഇറങ്ങുമ്പോ ആ ടീമിന്റെ നില എന്ന് പറയുന്നത് പരിതാപകരമാണ്. അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. അത്രയ്ക്ക് പരിതാപകരമായ സിറ്റുവേഷനിലും അവർക്ക് അങ്ങനെ അപ്പൊ അവരുടെ അപ്പൊ എന്താണ് പാഷൻ? അവർക്ക് CSK ടീമിനോട് യാതൊരുവിധ പാഷനേറ്റും ആയിട്ടുള്ള ഒരു ഫാൻസ് അല്ല അവര്. അവര് ടിപ്പിക്കൽ എന്താ പറയാ, ധോണി എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനോട് മാത്രമാണ് അവർക്കുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അല്ലാതെ ടീം എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല അവർക്ക്. കാരണം നമ്മൾ ചെന്നൈ ക്രൗഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയലുണ്ട്, ചെന്നൈയിലെ ക്രിക്കറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ നോളജബിൾ ആയിട്ടുള്ള ക്രൗഡാന്ന് നമ്മൾ എപ്പോഴും പറയലുണ്ട്. കാരണം ഇന്റർനാഷണൽ മാച്ചസ് കളിക്കുന്ന സമയത്തെല്ലാം ആരാണോ നന്നായി കളിക്കുന്നത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്രൗഡായിട്ട് നമ്മളെപ്പോഴും ചെന്നൈയെ പറയലുണ്ട്. കാരണം ഈവൻ പാകിസ്ഥാന് വരെ സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുത്ത ഒരു ക്രൗഡാണ് ചെപ്പോക്കിലെ ക്രൗഡ് 1999-ല്. ഇന്ത്യനെ പാകിസ്ഥാൻ ടെസ്റ്റ് മത്സരത്തിൽ ബീറ്റ് ചെയ്യുമ്പോൾ അത്രയും ഒരു അടിപൊളി ടെസ്റ്റ് മത്സരം കണ്ടതിൽ അവർ പാകിസ്ഥാൻ എണിച്ചിന്ന് അപ്രീഷിയേറ്റ് ചെയ്താണ്. പാകിസ്ഥാൻ ടീം അംഗങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും ഒരു വാം വെൽക്കം ഞങ്ങൾക്ക് എവയിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ കിട്ടിയിട്ടില്ല. സോ അത്രയും ഒരു നോളജബിൾ ക്രൗഡിൽ നിന്ന് ഇത്രയ്ക്ക് താഴേക്ക് അതപ്പതിച്ചിരിക്കുന്ന ഒരു ക്രൗഡിനെ നമ്മളിപ്പോ കാണുന്നത്. കാരണം അതിന്റെ നമ്മള് റീസെന്റ് കുറെ വീഡിയോസ് കണ്ടപ്പോ നമുക്ക് ഇത് എന്താണ് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ആസ് എ ക്രിക്കറ്റ് ലവർ അല്ലെങ്കിൽ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശിക്കുന്നത്. സച്ചിൻ രവീന്ദ്രൻ എന്തിനാണ് കഴിഞ്ഞ കളി 6 അടിച്ച് ഫിനിഷ് ചെയ്ത് നേരത്തെ ഔട്ടായി പോവായിരുന്നില്ലേ? ഒന്നും പറയാല്ല. ആ ഒരു കമന്റ് ഒക്കെ എന്താ പറയാ നമ്മള്. കാരണം റജിനെ മന്നിക്കവേ മാട്ടെ. റജിന് തടവി നിൽക്കുമായിരുന്നു. ചെപ്പോക്ക് എന്താണ്, ഗ്രൗണ്ട് എന്താണ്, സ്കോറിങ് എങ്ങനെയാണ്, ഒന്നും ഒരു ഇതുമില്ലാതെ അവർക്ക് എന്താണ്, അവർക്ക് ധോണി 6 അടിക്കണം, ടീം ജയിക്കരുത്. ടീം ഇപ്പൊ ജയിക്കാത്ത സിറ്റുവേഷൻ. അപ്പൊ 5 ബോള് ഇപ്പൊ രജിൻ മുട്ടി നിന്നിട്ട് ലാസ്റ്റ് ബോൾ 7 റൺ വേണ്ടപ്പോ ധോണിക്ക് കൊടുത്തിട്ട് ധോണി 6 അടിച്ച ഡ്രോ ആക്കുവാണെങ്കിൽ അവര് ഹാപ്പിയാണ്.
സോ അവര് ധോണി ഒന്നും എന്ന് പറയാനില്ല. പറഞ്ഞ ഒരു എന്താ പറയാ, ധോണി പറഞ്ഞ ഒരു വെറ്ററൻ, ഒരു ശോഷിച്ചൊരു സിംഹത്തിനെയും വെച്ചിട്ട് ഇവരൊരു സർക്കസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ ടീം മാനേജ്മെന്റ്. സാധാരണ സർക്കസിൽ ജോക്കേഴ്സ് സർക്കസിനുള്ളിലാണെങ്കിൽ ഇവിടെ തിരിച്ച് ഇത്രയും 20,000 25,000 കൊടുത്തിട്ട് ഈ സർക്കസിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ വന്ന് വെറുതെ ആർക്ക് വിളിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് ഇതിൽ കുറെ ജോക്കേഴ്സ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഇത് എപ്പോ എൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ വർഷമോ അടുത്ത വർഷമോ ധോണി റിട്ടയർ ആയതിനു ശേഷം അപ്പോഴും ഇവർ ഈ പാഷനോടെ വരുന്നുണ്ടോ സി എസ് കെയിലോട്ട്? ഈ കാശ് 20,000 കൊടുത്തിട്ട് സി എസ് കെയുടെ മാച്ച് ഞങ്ങൾ ഇതാ കാണാൻ. അപ്പൊ നമുക്കറിയാം റിയൽ CSK ഫാൻസ് എവിടെയാണെന്ന്. അതെ, അപ്പൊ വരുന്നുണ്ടോ നമുക്ക് കാണാം, തീർച്ചയായും വരില്ല. അപ്പോ ഞാൻ ഒരിക്കലും ഈ ധോണിക്കെതിരെ സംസാരിക്കുകയല്ല, അല്ലെങ്കിൽ സി എസ് കെ ഫാൻസിനെതിരെ, ചെന്നൈത്തെ ആൾക്കാർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഫാൻസിനെ ഒന്നും പറയല്ല. കാരണം അവരിപ്പോഴും അവിടെ ഇപ്പോഴും നോളജബിൾ ആയിട്ടുള്ള ക്രിക്കറ്റ് ഫാൻസ് ഉണ്ട്, ക്രിക്കറ്റ് ക്രൗഡ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ആക്സസബിൾ അല്ല ഇപ്പത്തെ അവിടുത്തെ സ്റ്റേഡിയം, അവിടുത്തെ ടിക്കറ്റ് സെയിൽസ് ഒന്നും അവർക്ക് ആക്സസബിൾ അല്ല. അവർക്ക് എപ്പോൾ ആക്സസബിൾ ആവും? വൺസ് ധോണി റിട്ടയർ ആയി പോകുന്ന സമയത്ത് ഗ്രാജുവലി ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുമ്പോൾ ടിക്കറ്റിന്റെ വില താനെ കുറയും. അപ്പൊ ഈ ബ്ലാക്ക് സെയിൽ കാര്യങ്ങളെല്ലാം നിൽക്കും. അപ്പോ യഥാർത്ഥ ക്രിക്കറ്റ് ഫാൻസ്, സി എസ് കെ ഫാൻസ് കളി കാണാൻ വരും. അന്ന് നമുക്കൊരു നോളജബിൾ ക്രൗഡിനെ നമുക്ക് ചെന്നൈയിൽ കാണാൻ കഴിയും. ഇപ്പൊ ഈ ഒരു സീസൺ കഴിയുന്തോറും ധോണി ഈ ഒരു ബേർഡൻ അഴിച്ചു വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ധോണിക്ക് ഇത് സംബന്ധിച്ചോളം, എന്നെ പേഴ്സണലി സംബന്ധിച്ചിടത്തോളം ധോണിക്ക് ഇതൊരു ബേർഡൻ തന്നെയാണ്. ഈ ഒരു ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത്. ദുഃഖത പറഞ്ഞാൽ തന്നെ അതൊരു ധോണി സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കും തോന്നുന്നില്ല. ഓഫ് കോഴ്സ് മേ ബി ടീം മാനേജ്മെന്റ് പ്രഷർ ഉണ്ടാവുമായിരിക്കാം. ലെറ്റ്സ് സീ, നമുക്ക് ഈ ഒരു വർഷം നോക്കാം നമുക്ക്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ചെന്നൈയുടെ ഈ ഗെയിമിലോട്ട് തിരിച്ചു വരാം. ചെന്നൈയുടെ ഭയങ്കര ഫ്രജൈലാണ് അവരുടെ മിഡിൽ ഓർഡർ എന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 കളി നമ്മൾ അതാണ് കണ്ടത്. ബൗളിങ്ങിലും ഈ പറഞ്ഞതുപോലെ ഫാസ്റ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് വളരെ വീക്കാണെന്ന് പറഞ്ഞു. കാരണം പതിരാനയുടെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ മേ ബി ചിലപ്പോൾ നമുക്ക് ഡീസെന്റ് ആയിട്ട് തോന്നും. പക്ഷെ ആ ലാസ്റ്റ് ഓവറിലെ കുറച്ച് സ്ലോവർ റൺസ് ഇട്ട് മാത്രമാണ് പതിരാന പിടിച്ചിരുന്നത്. കണ്ടതേ ഇല്ല. ഇല്ലില്ല, ചെന്നൈ പിച്ചിൽ മാത്രമാണ് ഇന്നത്തെ ഒരു പെർഫോമൻസ് പിടിച്ചത്. ഒന്നോ രണ്ടോ യോക്കേഴ്സ് മാത്രമാണ്. അതല്ലാതെ ഉള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗുഡ് ലെങ്ത് ബോൾ ഒന്നും അറിയുന്നില്ല. ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ആള് വാങ്കഡയിലോ അല്ലെങ്കിൽ ഹൈദരാബാദിലൊക്കെ പോയി കഴിഞ്ഞാൽ തല്ലുവാങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം അവര് അൻഷുൽ കമ്പോജ് എന്ന് പറഞ്ഞൊരു പ്ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലെയറിനെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ആക്ച്വലി നല്ല ബോളറാണ്, അവർക്ക് യൂസ് ചെയ്തില്ല. മേ ബി ഖലീൽ അഹമ്മദ് മാറിയിൽ വരാൻ പറ്റുള്ളൂ. പക്ഷെ ഖലീൽ അഹമ്മദ് നന്നായിട്ട് ഇപ്പോ ഡീസന്റ് ആവശ്യമില്ല. എലിസ് പതിരാനെ ബോൾ ചെയ്ത പോലെ തന്നെയാണ്, അതേപോലെ തന്നെ ബോൾ ചെയ്തത്. കാരണം എനിക്ക് കുറച്ചുകൂടി ഈ ഗ്രൗണ്ടിന് സ്യൂട്ട് ആവുന്ന പ്ലെയർ എലിസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പതിരാനെ വെച്ച് നോക്കുന്ന സമയത്ത്. ബട്ട് എലിസിനെ ഒരു ഡ്രോപ്പ് ചെയ്തു. സോ എന്താണ് സി എസ് കെയുടെ ഫ്യൂച്ചർ ഈ ടൂർണമെന്റിൽ? അവർക്ക് എന്താ കാര്യങ്ങൾ ചെയ്താലാണ് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റാന്ന് തോന്നുന്നത്? എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പോഴും അവരുടെ ഒരു ബാറ്റിംഗ് വളരെ ഫ്രജൈൽ തന്നെയാണ് ഇപ്പോഴും. നമ്മൾ മിഡിൽ ഓർഡറിൽ എസ്പെഷ്യലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഓപ്പണിംഗ് പെയറിനെ മാറ്റുക. ഋതുരാജ് ഗെയ്ക്വാദ് ഡെഫിനറ്റ്ലി ഓപ്പൺ സ്ലോട്ടിലേക്ക് വരിക. കാരണം അവർക്ക് രച്ചിൻ ഋതുരാജ് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് കോംബോ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലെ ഒരു ലൂസ് വിക്കറ്റ് പോയി കഴിഞ്ഞിട്ടുള്ള പ്രഷറൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ മാറ്റാൻ പറ്റും. ഡെഫിനറ്റ്ലി അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് സ്പിന്നേഴ്സിന്, അവരുടെ വേൾഡ് ക്ലാസ് സ്പിന്നേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അല്ലാതെ അവരുടെ ഒരു മെയിൻ വെപ്പൺ എന്ന് പറയുന്നത് പേസ് ബോളിംഗ്. അവർക്ക് നല്ലൊരു സ്പിൻ ട്രയോ ഉണ്ട്. ആ സ്പിന്നേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് അവരെ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ സ്ക്വീസ് ചെയ്യാൻ അനുവദിക്കുക. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ. ഇനി മുന്നോട്ടുള്ള മാച്ചസ്, എസ്പെഷ്യലി ചെന്നൈയിൽ അവർക്ക് ഇനിയും 5 മാച്ചസ് ഉണ്ട്. സോ അതായിരിക്കണം അവരുടെ മോട്ടീവ്. ആ ഒരു 5 മാച്ചസ് ആയിരിക്കണം അവരുടെ ഫോക്കസ്. സോ എന്റെ ഒരു ഓപ്ഷൻ പറയണമെന്നുണ്ടെങ്കിൽ മേ ബി ത്രിപാഠി ആളുടെ പൊസിഷനിലല്ല കളിക്കുന്നത്. നമുക്ക് അയാൾ ഒരുപാട് അത് കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് കോൺവേ ഷുഡ് പ്ലേ. അതായത് അതിൽ യാതൊരു ഡൗട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ബാറ്റിംഗ് ഓർഡർ വളരെ വീക്കായിട്ട് തോന്നുന്നത്. കോൺവേ പോലുള്ള ഒരു പ്ലെയർ, അവർക്ക് സക്സസ് കൊടുത്ത ഒരു പ്ലെയർ തീർച്ചയായും കളിക്കണം. കാരണം ത്രിപാഠിയെ മാറ്റി കോൺവേ ടീമിൽ കൊണ്ടുവരിക, സാം കറിനെ മാറ്റി വിജയ് ശങ്കറെ കൊണ്ടുവരിക. സോ സാം കറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് കഴിഞ്ഞ 2 കളി? ഒന്നുമില്ല. ബാറ്റിംഗിലായിക്കോട്ടെ ബോളിംഗിലായിക്കോട്ടെ ഒന്നുമില്ല. അവർക്കൊരു ലെഫ്റ്റ് ഹാൻഡ് സീമർ ഓൾറെഡി ഉള്ള സ്ഥിതിക്ക്, ഖലീൽ അഹമ്മദ് നന്നായിട്ട് ബോൾ ചെയ്യുന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഈസിലി വിജയ് ശങ്കറിന് ചെയ്യാവുന്നതുള്ളൂ. ആ സമയത്ത് കോൺവേ പോലുള്ള ഒരാൾ സമയത്ത് ബാറ്റിംഗ് ഒന്നുകൂടി സ്ട്രോങ് ആവും. സോ അത് ഓഫ്കോഴ്സ് അവർക്ക് ചെയ്യാം. സോ ആർ സി ബിയുടെ സൈഡിൽ നിന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു മാറ്റം ആർ സി ബിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുമെന്ന്. കാരണം 12 സെറ്റ് ആയ പോലെ തോന്നുന്നത്. അൺലെസ് ഒരു ഇഞ്ചുറി കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭുവനേശ്വർ കുമാറും കൂടി വന്നത് വളരെ
എന്താ പറയാ നല്ലൊരു നല്ല ബൂസ്റ്റ് ആണ്. സ്ട്രോങ് ആയിട്ടുണ്ട് ബൗളിങ്. എനിക്ക് തോന്നുന്നു ടൂർണമെന്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബോളിംഗ് ലൈനപ്പ് ആയിട്ട് ആണ് RCB നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫോമിലാണ്. ഹേസൽവുഡ് ആൻഡ് ഭുവനേശ്വർ ഇസ് ബോളിംഗ് പവർ പ്ലേ പിന്നെ നോക്കേ വേണ്ട. പിന്നെ അതിനുശേഷം വരുന്ന യാഷ് ദയർ ആണെങ്കിലും നല്ല. ആകെ ഒരു കൺസേൺ എന്ന് പറയുന്നത് സ്പിന്നിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളൂ. ബട്ട് അതിനകത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ സുയാഷ് ശർമ്മ നന്നായി ബോൾ ചെയ്തു. ഇവൻ ചെയ്യുന്നുണ്ട്. ഡൂബെ നിൽക്കുന്ന സമയത്ത് വരെ ആള് കോൺഫിഡന്റ് ആയിട്ട് വന്ന് ബോൾ ചെയ്തിട്ട് പോയി. അതെ. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവാണ്. ആ ഒരു സൈഡ് കുർണാൽ പാണ്ഡ്യ ഏതൊരു ട്രാക്കിലും വന്ന് ഡിഫൻസീവ് ആയിട്ട് ബോൾ 4 ഓവർ ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു ബൗളറാണ്. ഞാൻ കണ്ടിട്ടില്ല 4 ഓവറിൽ ഒരു 50-55 റണ്ണൊന്നും കുർണാൽ പാണ്ഡ്യ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും ഒരു 4 ഓവറിൽ വിക്കറ്റ് അധികം എടുക്കില്ലായിരിക്കും, പക്ഷെ ആളാളുടെ ജോബ് ചെയ്തിട്ട്. അല്ല, എനിക്ക് തോന്നുന്നു IPL സ്റ്റാറ്റ്സിൽ മൊത്തം എനിക്ക് തോന്നുന്നു എക്കോണമി 8 ഒക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു കൃണാലിന്റെ. ഹി വാസ് ഗുഡ് ബോൾ. സോ RCB ഈ ഒരു സെറ്റ് ഓഫ് പ്ലേയില് സ്റ്റിക്ക് ചെയ്യുക. അടുത്ത കളി എനിക്ക് തോന്നുന്നു സൺഡേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. നാളത്തെ കഴിഞ്ഞ് മറ്റന്നാളെ മാച്ചാണ്. ഗുവാഹത്തിയിലാണ് കളിക്കുന്നത്, രാജസ്ഥാനോടായിട്ട് കളിക്കുന്നത്. ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻ ആണ്. ചെന്നൈ വെച്ച് നോക്കുമ്പോൾ ഗുവാഹത്തിയും കുറച്ച് സ്റ്റിക്കി വിക്കറ്റ് ആണ്, സിമിലർ കണ്ടീഷൻ ആണ്. സ്പിന്നേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. സോ ഇതെല്ലാം ഈ ഒരു തോൽവിയുടെ ഒരു ഭാരവും എന്തുണ്ടാവും, ഒരു പ്രഷറും ഉണ്ടാവും. ഓൾറെഡി രാജസ്ഥാനും പ്രഷറാണ് നിൽക്കുന്നത് 2 കളി തോറ്റിട്ട്. സോ രണ്ടുപേർക്കും നല്ലൊരു മാച്ച് പ്രതീക്ഷിക്കാം. സോ രാജസ്ഥാൻ ഫസ്റ്റ് വിക്ടറിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഇവര് വീണ്ടും കളിയിലോട്ട് തിരിച്ചു വരാൻ ശ്രമിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. സോ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഇല്ല, വേറെ എനിക്ക് തോന്നുന്നു നമുക്ക് ബാംഗ്ലൂരിന് നെക്സ്റ്റ് മാച്ച് ചിന്നസ്വാമിയിലാണെന്ന് തോന്നുന്നില്ല, April 2nd. അതെ, April 2nd ചിന്നസ്വാമിയില്. സോ വെൽക്കം ഹോം. താങ്ക് യു വെരി മച്ച്.